ഹലോ ഗായ്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പം ഇന്ന് ഡേ ഇൻ മൈ ലൈഫിലെ ഡേ 4 കുറച്ച് ദിവസമായി സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഡേ 4. അപ്പം ഫസ്റ്റ് വ്ളോഗൊന്നും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ വിചാരിച്ചത്ര സപ്പോർട്ടും കാര്യങ്ങളൊന്നും വല്ലാതെ കിട്ടിയിട്ടില്ല. എന്നാലും ഇഷ്ടപ്പെടുന്നവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ എന്നും മഴയാണ്. അപ്പം മഴ ഇങ്ങനെ പെയ്യുന്ന കാണുമ്പോൾ വിചാരിച്ചു ഒന്ന് വെയിൽ കണ്ടാൽ മതി, ഇനി കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാനുണ്ട്. ഉണങ്ങുന്നുണ്ടെങ്കിലും പക്ഷെ ആ ഒരു തണുപ്പ് വിടൂലല്ലോ ഡ്രസ്സിന്ന്. അത് വിട്ടാതെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കുമ്മി സ്മെല്ലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു പോണോ പോണ്ടേ എന്നുള്ള ചെറിയൊരു ഇതുണ്ടേനും ജിമ്മിൽ പോകണോ എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ചതി മനസ്സിലായത്. ജിമ്മിലെത്തി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ആസ് യൂഷ്വൽ നമ്മൾ കാർഡിയോ സെക്ഷനാണ്. എല്ലാ ദിവസവും അങ്ങനെയല്ല കേട്ടോ. ചില ദിവസം വാമപ്പ് ഒക്കെ ചെയ്ത് പിന്നെ ലാസ്റ്റ് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ജസ്റ്റ് കാർഡിയോ ചെയ്യൽ. ചിലപ്പം ചെയ്യലില്ല. ഓരോ ദിവസം ഓരോ മൈൻഡാണ്. നേരത്തെ എത്തുന്ന ദിവസം എന്തായാലും ത്രെഡ്മില്ലിൽ ഒരു 20-25 മിനിറ്റ്സ് നടക്കും. ത്രെഡ്മില്ലിൽ നടക്കുമ്പോൾ ഈ പുറത്തത്തെ വെയിലൊക്കെ കണ്ടപ്പം ഡ്രസ്സൊക്കെ പുറത്ത് ചിക്കിയിട്ടിട്ട് വന്നാൽ മതിയെന്ന്. അതാകുമ്പോൾ പോകുമ്പോഴത്തേന് ഇതൊക്കെ ഉണങ്ങി സെറ്റായിട്ടുണ്ടാവുമല്ലോ എന്നുള്ളത്. പക്ഷെ അത് ചെയ്യാഞ്ഞത് നന്നായെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നല്ല കിടിലോസ്കി മഴ വന്നു. നല്ല മഴ തന്നെ, നല്ല സ്ട്രോങ്, നല്ല കാറ്റൊക്കെ അടിച്ചിട്ട് നല്ല മഴ തന്നെ പെയ്യാൻ തുടങ്ങി. നല്ല ടയർഡായിട്ടുണ്ട്. ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒന്നും ഇവിടെ ഒതുക്കാനുണ്ട്, ബെഡ്ഷീറ്റ് തിരുമാനുണ്ടാകുന്നുണ്ട്, അങ്ങനത്തെ എല്ലാ ചെറിയ പണികൾ. പിന്നെ പാക്ക് ഇടാൻ വിചാരിക്കുന്നുണ്ട്. ഇന്ന് ട്രൈസെപ്സ് ചെയ്യും. ഇപ്പം നല്ല പമ്പിങ് ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞൊക്കെ പോകും. അപ്പം നല്ല ഫ്രഷ് ഒക്കെ ആയിട്ട് കാണും. എന്ത് സ്കിൻ കെയർ അങ്ങനെ ഞാൻ വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നും വരുത്താറില്ല. ഇപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് യൂസ് ചെയ്യല്. അപ്പം ഇപ്പോഴും യൂസ് ചെയ്യുന്നത് നാച്ചുറൽസിൻ്റെ ഡീ ടാൻ ഫേസ് വാഷ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മസ്കാര ബഞ്ചാറാസിൻ്റെ മിൽട്ടാനിറ്റി ഉണ്ട്, പിന്നെ ഏതോ ബ്രാൻഡിൻ്റെ മറ്റേ സാൻഡൽ പൗഡർ ഉണ്ട്, പിന്നെ നാച്ചുറൽസിൻ്റെ തന്നെ ഡീ ടാൻ പാക്ക് ഉണ്ട്. എന്ത് വേണമെങ്കിലും ഇടാം. അപ്പം നമുക്ക് ആദ്യം ഫേസ് വാഷ് ചെയ്യാം. നാച്ചുറൽസിൻ്റെ ഡീ ടാൻ ഞാൻ ഇന്നിപ്പം ടൈമില്ല, വേറെ പാക്ക് ഇടാനുള്ള ടൈമില്ല. എന്നും യൂസ് ചെയ്യൊന്നുമില്ല. എപ്പോഴെങ്കിലും ഓരോ മൈൻഡിനനുസരിച്ച് ഓരോ മൂഡിനനുസരിച്ചാണ് യൂസ് ചെയ്യുക. സമയം കഴിഞ്ഞിട്ടോ കഴിഞ്ഞല്ലോ. നല്ല തിക്കായിട്ടില്ല കേട്ടോ. ഞാൻ ലൈറ്റായിട്ട് തീരെ വിചാരിച്ചാണ് ഇട്ടുകഴിഞ്ഞാൽ സംഭവം എഫക്റ്റ് ഉണ്ടാവും. ഒപ്പിച്ചൊക്കെയാണെങ്കിൽ ഒരു ടൈം കൂടി ഒരാളെ ഒപ്പിക്കാനുണ്ടാവും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ടീ ട്രീ ഷവർ. ഇത് 2 ബോട്ടിൽസ് ഞാൻ ഒരു പാക്കേജ് വഴി നെസ്റ്റോൾ ഓഫർ ഉണ്ടായിരുന്നു. ആ ടൈമിൽ വാങ്ങിച്ചാണ്. ഞാൻ ചെറിയൊരു ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്തപ്പോൾ നല്ല ഓക്കെ ആണെന്ന് കണ്ടതിന് ശേഷം ഡാൻഡ്രഫിന് കുറച്ചുകൂടി ചേഞ്ചസ് ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ കയ്യിലേക്ക് മൂവ് ചെയ്തത്. ഇതിൻ്റെ 650 2 ബോട്ടിൽ പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം ഇത് വാങ്ങിച്ചത്. ഇതിൻ്റെ മാർക്കിൽ തന്നെ 759 ആണ്. പക്ഷേ ഇത് ഓഫർ കിട്ടിയതാണ്. പിന്നെ ബോഡി വാഷ് ഡൗണിൻ്റെ ആണ് യൂസ് ചെയ്തത്. ഡീപ്പ് മോയ്സ്ചർ ബോഡി വാഷാണ് യൂസ് ചെയ്തത്. കുഴപ്പമില്ല. ഇതും ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂട്രീഷൻ്റെ ഒരു ഫേസ് വാഷ് ഉണ്ട്, ബോഡി വാഷ് ഉണ്ട്. അത് യൂസ് ചെയ്ത് നോക്കാം. ഇതെനിക്ക് വലിയ ഭയങ്കര മോയ്സ്ചറൈസിങ് തരും. അത് ഓക്കെയാണ്. പക്ഷേ എനിക്ക് എന്തോ ഇഷ്ടമില്ല. ഇപ്പോൾ വാങ്ങിയിട്ടില്ലേ, നമുക്ക് യൂസ് ചെയ്ത് നോക്കാം.
എന്തായാലും പാക്കിട്ട് കഴിഞ്ഞാൽ ഒരു 10 to 15 മിനിറ്റ്സ് എന്തായാലും വെയിറ്റ് ചെയ്യണം. ഡീറ്റാൻ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. മറ്റേ നമ്മളെ മിൽട്ടാനുമിറ്റി അങ്ങനത്തെ എന്തെങ്കിലും പാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് ഒക്കെ വെക്കാം. പക്ഷേ ഇത് ഒരു 10 to 15 മിനിറ്റ്സ് വെച്ചിട്ട് വൈപ്പ് ഓഫ് ചെയ്യോ അല്ലെങ്കിൽ ക്ലീൻ വാട്ടർ ചെയ്ത് ഫേസ് വാഷ് ചെയ്ത് കഴിയോ എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ചു. അപ്പം നമ്മൾ നോർമൽ ഡയറ്റിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ. പുറത്ത് നല്ല വെയിലുണ്ട്, അതിനെക്കൊണ്ട് ഞാൻ ഡ്രസ്സ് കുറച്ച് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പിലാണ് വന്ന് ഫുഡ് കഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ ഒന്ന് മടക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് സിസ്റ്ററിനെ വിളിച്ച് വെറുതെ അവളായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് നേരം യൂട്യൂബൊക്കെ കണ്ട് ഇല്ലേ. ഇപ്പം നമ്മൾ ഒരു ചെറിയൊരു സീരീസിൽ ഏർപ്പെട്ടിട്ടുണ്ടല്ലോ, കൊറിയൻ സീരീസ്. അപ്പോൾ കുറച്ച് അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കും. അതൊക്കെ തന്നെയാണ്. പിന്നെ ക്ലാസ് കാര്യങ്ങൾ, കുക്കിങ്, അങ്ങനത്തെ ഓരോ പണികളൊക്കെ തന്നെയാണ് ആസ് യൂഷ്വൽ നമ്മളെ കാര്യങ്ങളൊക്കെ. പിന്നെ നൈറ്റിലാകുമ്പോൾ ഷവരും പിന്നെ കുറച്ച് നേരം ഫോൺ കളിക്കും. ഇതൊക്കെ തന്നെയാണ്. അതാണ് ഒരു ചെറിയ മടി ചില ദിവസങ്ങളിൽ ഡേ മൈ ലൈഫ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഹായ് വൈസ്, എന്താണ് നമ്മളുടെ ഒരു 3 ദിവസമായി സീരീസ് പോലെ ഡേ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ വ്ളോഗാണല്ലോ. കൊറിയൻ ലൈഫ് ആണല്ലേ? ഞാൻ കൊറിയൻ ലൈഫാണ്. കൊറിയൻ ലൈഫാണ് കൊറിയൻ സീരീസ് കാണുന്നതല്ലേ? ഞാൻ എന്താ പറഞ്ഞേ? വാട്ട് യു മീൻ സീരീസ്? നിങ്ങൾ എൻ്റെ വ്ളോഗാണല്ലോ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്നെ വീട്ടിലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല? വീട്ടിലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ എന്നും കാണുന്ന ജീവിതം തന്നെയാണ് ഈ ക്യാമറ കൂടെ പകർത്തിയിട്ട് പുറത്തു വിടുന്നത്. എന്നാലും പക്ഷെ അത് കാണണ്ട നിങ്ങള്. എന്തോന്ന് കാണാൻ? ഞാൻ ചിലപ്പോ നാട്ടുകാർ കണ്ടിട്ട് അത് നാട്ടുകാരല്ലേ വരുത്തണ്ടേ? അല്ല ഇനിയിപ്പോ അതിൽ കുറച്ചായിട്ട് സഹിക്കണില്ലേ? നിങ്ങളിനിയിപ്പോ ഞാൻ അതിലെന്തേ കുറ്റം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറിയണ്ടേ? നോ പ്രോബ്ലം. എന്താ ഈ മാത്രം അപ്പോൾ എന്നെ കുറ്റം പറഞ്ഞാൽ എത്ര ആൾക്കാർ പറയുന്നുണ്ടാവും? എന്താ നിങ്ങളെ സത്യക്കൊള്ളു ഇപ്പൊ പറഞ്ഞ കുറ്റമൊക്കെ സത്യക്കൊള്ളു. നിങ്ങളെ അഭിപ്രായമല്ല പറയുന്നത്, മറ്റുള്ളവർക്ക് വേറെ അഭിപ്രായം ഉണ്ടാവില്ല. ഞാൻ നിങ്ങളെ കുറ്റം എല്ലാം പറയുന്നുണ്ട് വ്ളോഗില്. കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കാണില്ലല്ലോ, കാണണ്ട. അപ്പൊ നിങ്ങൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാല് ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിലിടലുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അറിയണല്ലോ ഞാൻ എന്താ ചെയ്യുന്നത്. ഞാനിങ്ങനെ എപ്പോഴും മറ്റേ ചില ഇത് ഭ്രാന്തം പേപ്പളമാരായിരിക്കും. എന്തൊക്കെയാണ് ഇവിടെ പോയി ഇങ്ങനാക്കി ഒന്നും അന്വേഷിക്കാൻ നോക്കില്ലല്ലോ. ഫ്രീ ആക്കി വിട്ടാൽ എൻ്റെ ഇഷ്ടത്തിലോണ്ട് ജീവിച്ചോളൂ. മൊത്തത്തിൽ ഫ്രീ ആക്കില്ലല്ലോ. കാര്യത്തിന് ഞാൻ പറയലില്ലേ, എല്ലാത്തപ്പോ എന്ന് പറയലൊന്നും ചെല്ലോ. എന്നാലും വീട്ടിൽ നിന്നേ തളർത്തി വിടുമ്പോ പിന്നെ എങ്ങനെയാണ് നാട്ടുകാര് സഹിക്കോ? അങ്ങനെയാണെങ്കിലേ വ്ളോഗ് എടുക്കാൻ പറ്റുമോ? അങ്ങനെയല്ല, ഇപ്പൊ ഒരു വലിയ ക്രൗഡിനിടെ പോയിട്ട് വ്ളോഗ് എടുക്കുന്നുണ്ട്, വ്ളോഗ് എടുക്കാൻ വേണ്ടി അവിടെ പോയി ട്രാവൽ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യില്ലേ? കൊണ്ടുപോകണ ഞാനല്ലേ, നിങ്ങളുടെ ഡ്രൈവറല്ലേ? അങ്ങനെയാണെങ്കിലും ഇപ്പൊ ഞാൻ പറയില്ലേ പോണ്ട, എനിക്ക് താല്പര്യം അറിയില്ലേ? അങ്ങനെയല്ല, വ്ളോഗ് കണ്ടിട്ട് അഭിപ്രായം വീട്ടിൽ നിന്നേ സപ്പോർട്ടില്ല നമുക്ക്. നിങ്ങൾ കൊണ്ടുപോലും മാത്രല്ലല്ലോ, ഇതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ചിറാപ്പൂഞ്ചി മഴയത്ത് നിലാപ്പൂഞ്ചി തുഴഞ്ഞെത്ത് വാ. ഇതൊക്കെ വ്ളോഗിലുണ്ടാവും കേട്ടോ. ഇതൊക്കെ വ്ളോഗിലുണ്ടാവും കേട്ടോ. ഇതാണ് എൻ്റെ കഥ. അപ്പം ഇന്നത്തെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. ഇനി കുറച്ച് നേരം ഞാൻ ഡേ മൈ ലൈഫ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് രാത്രി എൻ്റെ ബുക്കൊക്കെ വായിക്കണം. അപ്പം ഇന്നലെ മുതൽ ഒരു കൊറിയൻ ഡ്രാമ കാണാൻ തുടങ്ങിയതിൻ്റെ ഇതാണ്. അപ്പം ഏത് ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാലും അത് കാണലാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പം കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്നിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ ഡേ മൈ ലൈഫിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സപ്പോർട്ട് ചെയ്യാം. കണ്ടില്ലേ, വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണ് സപ്പോർട്ട്. അതൊന്നും അറിയുന്നില്ല, ഫോണിൽ മുഴുകിയിരിക്കുക, ഒന്നും അറിയില്ല. ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. അത് നിങ്ങൾ മിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ പോയാലും എവിടെ ചെന്നാലും ഈ ഫോണാണ്, ഇങ്ങനെ റീൽസും കണ്ട്. പക്ഷെ നമ്മൾ അതിലൊരു ലിമിറ്റ് വെച്ചാൽ മതി. ഏത് നേരം തന്നെ ഇങ്ങനെ കണ്ടിരിക്കും, നല്ലതല്ലല്ലോ. അപ്പം ഞാൻ പറയുന്നൊന്നും ഇപ്പോൾ ഈ അദ്ദേഹം കേൾക്കുന്നില്ല. അപ്പം നമുക്ക് എന്ത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയുന്നു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം ഇനി ഞാൻ കുറച്ച് നേരം കൊറിയൻ ഡ്രാമ ഒക്കെ കണ്ട് ഇരുന്ന് കിടന്നുറങ്ങട്ടെ. ഇപ്പം സമയം ഇപ്പം 10:30.
പിന്നെ നൈറ്റിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്യും. അല്ലാതെ ഒന്നുമില്ലെങ്കിൽ ഇതേമാതിരി സീരീസൊക്കെ കണ്ടിരിക്കും. പക്ക അതിന് അഡിക്റ്റഡ് ഒന്നുമല്ല. കാണുമ്പം കുറച്ച് നേരം കാണും. പിന്നെ എനിക്ക് അപ്പോൾ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേച്ച് പോകും. കുറച്ച് ഒരു എപ്പിസോഡ് തന്നെ ഉണ്ടാവും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ. 45 മിനിറ്റ്സ് എങ്ങാനുള്ള ഒരു എപ്പിസോഡ്, അല്ലെ 40 to 1 hourൊക്കെയാണ് ഒരു എപ്പിസോഡ് ഉള്ളത്. അത് ഞാൻ കണ്ടം മുറിച്ച് ഇങ്ങനെ കാണാം. പിന്നെ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കാണുന്ന മെയിൻ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഹനാൻഷൻ്റെ ആണ്. അത് പിന്നെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള വ്ളോഗാണല്ലോ. എൻ്റെ ഉമ്മനോട് വരെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹനാൻഷൻ്റെ അങ്ങനെ എന്ന് പറയും. കാരണം എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റിയിട്ട് നല്ല അടിപൊളി കിടിലൻ വ്ളോഗാണ് ഹനാൻഷൻ്റെ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും എന്തായാലും അത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാണും. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ദിവസങ്ങളിലും പോകാറുള്ളത്. ചില ദിവസങ്ങളിൽ മടി പിടിക്കും. അങ്ങനെ മടിയുള്ള ദിവസങ്ങളിലാണ് വ്ളോഗിന് ചെറിയ കമ്മികളൊക്കെ വരാറുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.